കുട്ടി വയറ്റിൽ കിടന്നപ്പോൾ പ്രാർത്ഥിച്ചില്ലേ, അതുകൊണ്ടാണോ കളർ കുറഞ്ഞു പോയത്? കാണുമ്പോൾ ഹസ്ബൻഡിന് സംസാരിക്കാനൊന്നും പറ്റില്ല. അദ്ദേഹം എനിക്ക് ആക്ഷനിലൂടെ കുറച്ച് കാര്യങ്ങൾ പറയും. എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് എന്തോ കുഴപ്പമുള്ളൊരു കുഞ്ഞ് റൂം അടച്ചിട്ടിട്ട് അലറി ഞാൻ കരയുമായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക, സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, എല്ലാ രീതിയിലുള്ള ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കുട്ടിക്കാലം മുതൽ ഒരുപാട് ക്രൈസിസ് ഒന്നും അനുഭവിച്ചിട്ടുള്ള ഒരാളല്ല. പക്ഷേ എനിക്ക് ഒരു 33 വയസ്സ് കഴിഞ്ഞ സമയത്ത് ഇത്രയും നാളും എനിക്ക് ഒരു ജീവിതത്തിൽ യാതൊരു ഡിഫിക്കൽട്ടിയും ഫേസ് ചെയ്യാത്ത ഞാൻ ആ ഒരു സമയത്ത് ശരിക്കും കോവിഡ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം, ഏറ്റവും വലിയ എൻ്റെ ലൈഫിൽ നിന്നല്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഒരാൾക്ക് താങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഇൻസിഡൻസിൻ്റെ ഒരു സീരീസ് ആയിരുന്നു ആ ഒരു സമയത്തിന് ശേഷം. അപ്പോൾ അത് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിനെ വലിയൊരു രീതിയിലാണ് മാറ്റിയത്. എൻ്റെ ജീവിതത്തെ മീൻസ് എൻ്റെ ഒരു പേഴ്സണാലിറ്റി ഉൾപ്പെടെ, എൻ്റെ സ്വഭാവത്തിനെ ഉൾപ്പെടെ, ഞാൻ കാണുന്ന എൻ്റെ കാഴ്ചപ്പാടിനെ ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് രീതിയിൽ അതിനെ മാറ്റിയിട്ടുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. എന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഞാനൊരു ഡോക്ടറാണ്, ഒരു ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. കോസ്മെറ്റോളജിയിലാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ട്രിവാൻഡ്രത്ത് എനിക്കൊരു ക്ലിനിക്കുണ്ട്. അപ്പോൾ ആ രീതിയിൽ യൂട്യൂബിലൂടെ ഞാൻ ഒരുപാട് ഹെൽത്ത് വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് പേർക്ക് എന്നെ പരിചയം ഉണ്ടാവും. അതല്ലാതെ കുറച്ച് പേർക്ക് അറിയാവുന്നത് ഞാനൊരു ആക്ട്രസ് എന്നുള്ള രീതിയിലാണ്, ഒരു അവതാരക എന്നുള്ള രീതിയിലാണ്. ആക്ട്രസ് എന്ന് പറയുമ്പോൾ കുറച്ച് സീരിയൽസും സിനിമാസും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ടി വിയിൽ പ്രോഗ്രാംസും അല്ലാത്ത കാര്യങ്ങളും സ്റ്റേജ് ഷോസൊക്കെ ചെയ്യുന്ന ആ ഒരു ഇതിലാണ്. അപ്പോൾ ഇങ്ങനെ പേഴ്സണൽ ലൈഫ് വളരെ സ്മൂത്തായിട്ട് പോകുമ്പോൾ പല ആൾക്കാരും എൻ്റെ അടുത്ത് വന്ന് ഇപ്പോൾ ക്ലിനിക്കിൽ കാണുമ്പോഴും യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ടൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, ഡോക്ടർ എന്ത് സുഖമാണ് ശരിക്കും നമ്മളൊരു ക്യാബിനിലൊക്കെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതും എല്ലാ പേഷ്യൻസിനെ നോക്കുന്നതും എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നതും ഒക്കെയാണ് എല്ലാവരുടെയും ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പം ചിലർക്ക് വന്നിട്ട് പറയും ഡോക്ടർ വളരെ സക്സസ്ഫുൾ ആണല്ലോ. അങ്ങനെ ഇന്ന വേ ശരിയാണ്, നമ്മൾ പ്രൊഫഷണലി സക്സസ്ഫുൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് മെൻ്റലി നമ്മൾ കുറച്ച് സ്റ്റേബിളായി ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ നമ്മൾ ഈ കടന്നു വന്ന വഴി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എപ്പോഴും സക്സസ്സും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെത്താനെ ഉണ്ടായി വരുന്നതാണ്, അല്ലെങ്കിൽ ഇത് ഭാഗ്യം കൊണ്ട് വരുന്നതാണെന്ന് മിക്കവാറും ആൾക്കാർ ചിലപ്പോഴെങ്കിലും പേഴ്സണൽ ടോക്കിൽ പറയാറുണ്ട്. അങ്ങനെ ഒരു അംശമുണ്ട്. പക്ഷേ നമ്മൾ എങ്ങനെ നമ്മളെ ട്രാൻസ്ഫോം ചെയ്ത് കുട്ടിക്കാലം മുതൽ കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ലൈഫിൽ നമ്മൾ നേരിട്ട് ഒരിതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എൻ്റെ ലൈഫിനെ കുറിച്ച് ഞാൻ പറയാം. എൻ്റെ ലൈഫ് എന്ന് പറയുമ്പോൾ ചെറിയ പ്രായം മുതൽ അത്യാവശ്യം നല്ല സ്കൂളിൽ, നല്ലൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ പഠിച്ചു വന്നു. ഫ്രണ്ട്സും കാര്യങ്ങളും ടീച്ചേഴ്സും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പക്ഷേ എന്നാലും നമുക്കറിയാലോ, ഒരു ടീനേജ് കാലഘട്ടത്തിൽ നമുക്കുണ്ടാകുന്ന ചില ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് മുഖക്കുരു നല്ലോണം ഉണ്ടായിരുന്നു. മുഖക്കുരു മാത്രമല്ല, മുഖത്ത് നിറയെ കുഴികളും ഉണ്ട്. അപ്പോൾ അത് ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. കാരണം ചിലപ്പോഴെങ്കിലും എല്ലാവരും കളിയാക്കിയിട്ട് പറയും, ഈ ടാർ ചെയ്യാം, റോഡ് ടാർ ചെയ്യുന്ന 1.5 ഇഞ്ചിൻ്റെ മെറ്റൽ വേണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു കൊളോക്കിയൽ സ്റ്റൈലൊക്കെ കളിയാക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു, എന്നാലും ഞാൻ കുറച്ചൊരു കോൺഷ്യസ് ആവും. നമ്മൾ അന്നൊന്നും സെൽഫി ഇല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. എങ്കിലും നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കും, നമുക്ക് കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് മുഖം മറയ്ക്കണം എന്നൊക്കെയുള്ളൊരു ഫീലിങ്സ് ആ ഒരു ടീനേജിലുണ്ടായിരുന്നു. പിന്നെയും കുറച്ചുകൂടെ പോയപ്പോൾ എനിക്ക് തോന്നി എൻ്റെ മൂക്കിന് കുറച്ച് നീളം കൂടുതലാണല്ലോ, ഒരു റൈനോപ്ലാസ്റ്റി ചെയ്യണം. എന്ന് വെച്ചാൽ മൂക്കിൻ്റെ നീളം കുറയ്ക്കാനുള്ള സർജറിയാണ് ഈ റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അത് ചെയ്യണം, എന്തായാലും വലുതായി കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉറപ്പായിട്ട് ഞാൻ റൈനോപ്ലാസ്റ്റിയിലേക്ക് പോകും എന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. കോളേജ് കാലഘട്ടത്തിലേക്ക് വന്ന സമയത്ത് ഞാൻ സീരിയൽസും കാര്യങ്ങളും, സ്കൂൾ ലെവലിലെ കുറേ പ്രോഗ്രാംസും പാട്ട്, അതുപോലെ തന്നെ എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള, എന്ന് വെച്ചാൽ നമ്മളൊരു ക്രൗഡിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് എൻ്റെ സ്കൂളും എൻ്റെ അച്ഛനും അമ്മയാണ് എനിക്ക് തന്നത്. അത് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്ന് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കതിനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ആ ഒരു കാലത്ത് ഞാൻ ബിൽഡ് ചെയ്ത് വന്നതാണ്. അതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്നതിനെയൊക്കെ ഞാൻ ആ രീതിയിൽ തന്നെ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലോട്ട് എടുത്തിട്ട് ബാക്കിയൊക്കെ ഞാൻ കുഴപ്പമില്ല, ബാക്കിയൊക്കെ പോസിറ്റീവ് ആണല്ലോ എന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ അഭിനയ രംഗത്തേക്ക് വന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്കിൻ കളർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴും നമുക്കറിയാം ഒരുപാട് പേര് വൈറ്റനിങ് ക്രീംസ്, ഗ്ലൂട്ടത്താൻസ്, അത് IV ആയിട്ടും ടാബ്ലറ്റ്സ് ആയിട്ടും ക്ലിനിക്കിൽ തന്നെ വന്നിട്ട് ആൾക്കാർ ചോദിക്കുന്നത് ഡോക്ടറെ വെളുക്കാൻ എന്ത് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇപ്പം നമ്മൾ കോൺഷ്യസ് അല്ലെങ്കിൽ പോലും പല ആൾക്കാരും നമ്മുടെ അടുത്ത് ചോദിക്കും. അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റിയുടെ അമ്മ വളരെ സ്നേഹത്തോടെയാണ് ചോദിച്ചത്. എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചതാണ്,
കുട്ടി വയറ്റിൽ കിടന്നപ്പോൾ പ്രാർത്ഥിച്ചില്ലേ, അതുകൊണ്ടാണോ കളർ കുറഞ്ഞു പോയത് എന്നുള്ള രീതിയിൽ. ഞാനൊരു സാധാരണ കളറുള്ള ഒരാളാണ്, അതെനിക്ക് ഭയങ്കരമായി വെളുപ്പില്ല എന്നുള്ളൊരു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ അതൊരു ബോഡി ഷെയ്മിങ്ങിൻ്റെ രീതിയിലല്ല പറഞ്ഞ. പുള്ളിക്കാരി വളരെ സ്നേഹത്തോടെ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെ അന്നത്തെ കാലത്ത് അത് കേൾക്കുമ്പോൾ എൻ്റെ അമ്മ ചോദിച്ചാൽ അതെന്താ അങ്ങനെയാണ്. കാരണം അമ്മ ഒരിക്കൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അമ്മയോ അച്ഛനോ എൻ്റെ വീട്ടിലുള്ളവരോ പറഞ്ഞിട്ടില്ല കളർ വേണം, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞിട്ടില്ല. മേ ബി അതുകൊണ്ടായിരിക്കാം ഞാൻ ആ രീതിയിൽ ചിന്തിക്കാതിരുന്നത്. പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കി എത്രത്തോളം ആൾക്കാർ വാല്യൂ ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫീൽഡിലായാലും ഒക്കെ പിടിച്ച് നിൽക്കാൻ പറ്റൂ എന്നൊരു തോന്നൽ ആൾക്കാരുടെ മനസ്സിലുണ്ടെന്ന് തോന്നി. പക്ഷേ അതും ഈ പറഞ്ഞ മാതിരി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആൾക്കാരെ നമ്മുടെ കഴിവ്, നമ്മുടെ എഫേർട്ട്. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് ചെന്ന് നമ്മുടെ തലയിൽ എന്തുകൊണ്ടോ, മീൻസ് നമ്മുടെ ഇൻ്റലിജൻസ് ആയാലും അല്ലെ നമ്മുടെ പേഴ്സണാലിറ്റിയാണ് അവിടെ വാല്യൂ ചെയ്യുന്നതെന്നുള്ള ഒരു നല്ല ബോധ്യം എനിക്ക് കിട്ടി. അപ്പം അത് ഈ ആക്ടിങ്ങിൻ്റെ ഫീൽഡ് വന്നപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അതിനുശേഷം മുന്നോട്ടുള്ള പോക്കിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ, ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് അങ്ങനെ ഒരു സ്ട്രഗിൾ ഉണ്ടായത്. ഒരു ഹോമിയോപ്പതി ക്ലിനിക്ക് എന്ന് പറയുമ്പം നമുക്കറിയാം, പഠിച്ചു കഴിഞ്ഞാലും അന്നത്തെ കാലത്ത് ഒരു 2008 പാസ് ഔട്ടായ ഒരാളാണ് ഞാൻ. അപ്പോൾ അന്നത്തെ കാലത്ത് കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അതിൽ തന്നെ കുറേ പേര് പ്രാക്ടീസ് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചു. കുറച്ച് റിസ്ക് എടുത്തു, കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഒരു കോസ്മെറ്റോളജി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് ക്ലിനിക്ക് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയത്. അതിന് നമുക്ക് ഹോമിയോപ്പതി വിത്ത് കോസ്മെറ്റോളജി എന്നുള്ള രീതിയിൽ ഒരു ന്യൂ കോൺസെപ്റ്റും അത് എങ്ങനെ നമുക്ക് നടപ്പിലാക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഓരോ സ്ത്രീകളെ സംബന്ധിച്ച് പ്രഗ്നൻസി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയും ഒരു ആങ്സൈറ്റിയൊക്കെ ഉള്ളൊരു സമയമാണ്. പ്രഗ്നൻ്റ് ആവുന്ന സമയം തൊട്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ മിക്കവാറും ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഓരോ മന്തിലും എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്ത് വരുന്ന ഓരോ ചേഞ്ചസിനും എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരു ഐഡിയ കുറച്ചുണ്ട്. ശരിക്കും ഈ അറിവ് ഒരു പ്രശ്നമായി മാറി എന്ന് തോന്നിയ ഒരു സമയമായിരുന്നു എൻ്റെ ഒരു പ്രഗ്നൻസി കാലഘട്ടം. കാരണം ഒരു 4 മാസമൊക്കെ വരെ വളരെ നോർമലായിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയുടെ കാര്യമാണ് പറയുന്നത്. ആദ്യത്തെ പ്രഗ്നൻസി കഴിഞ്ഞൊരു 10 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് രണ്ടാമത് പ്രഗ്നൻ്റ് ആവുന്നത്. അതൊരു സ്പോണ്ടേനിയസ് പ്രഗ്നൻസി ആയിരുന്നു. എന്ന് വെച്ചാൽ സാധാരണ പോലെ ട്രീറ്റ്മെൻറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ ആഗ്രഹിച്ച സമയത്ത് വന്നൊരു കുഞ്ഞ് തന്നെയായിരുന്നു. കാരണം അത്രത്തോളം നോർമലായിട്ടുള്ള ഒരു പ്രഗ്നൻസി ആയിരുന്നു. അതിനുശേഷം ഈ 30 വയസ്സ് കഴിയുമ്പോഴത്തേക്കും മിക്കവാറും എല്ലാവർക്കും ഒരു പേടി വരുമല്ലോ, നമുക്ക് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരുമോ ഇങ്ങനെയൊക്കെയുള്ള. പക്ഷേ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു ചെറിയൊരു ഇത് പറഞ്ഞിരുന്നു. കാരണം ഒരു 32 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് തന്നെ കുറച്ചധികം ടെസ്റ്റുകൾ ചെയ്യണം എന്ന് പറഞ്ഞു. സാധാരണ അനാമലി ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആംനിയോസെൻറ്റസിസ് പോലുള്ള കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളിൽ എനിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു സംശയം തോന്നി, ഇനി എന്തെങ്കിലും കുഞ്ഞിന് കുഴപ്പമുള്ളത് കൊണ്ടായിരിക്കുമോ ഇങ്ങനെയൊക്കെയുള്ള കുറച്ചൊരു അഡ്വാൻസ്ഡ് ടെസ്റ്റുകൾ വേണമെന്ന് പറയുന്നതെന്ന് ഒരു സംശയം സാധാരണ എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഓരോ സ്റ്റെപ്പും എന്ന് പറയുന്നത് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് എന്തോ കുഴപ്പമുള്ളൊരു കുഞ്ഞാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അത് ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റിൽ കുഴപ്പമില്ല, സ്കാൻ റിപ്പോർട്ട്സിൽ കുഴപ്പമില്ല, ഒന്നുമില്ല. പക്ഷേ ഇങ്ങനൊരു തോന്നൽ എൻ്റെ മനസ്സിനകത്ത് കയറിക്കൂടി. ഈ തോന്നൽ എനിക്ക് മാത്രമല്ല, ഞാൻ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുകയും, അപ്പോൾ കാരണം ഞാൻ ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ പുള്ളിയുടെ അങ്ങനെ ഒരു തോന്നൽ വന്നേ, അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ പുള്ളിക്കും തോന്നി തുടങ്ങി. അത് കഴിഞ്ഞ് സ്കാൻ ചെയ്ത ഡോക്ടർ പറയാണ് അങ്ങനെ ഞാനൊന്നും കാണുന്നില്ല, വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും നമ്മൾ പല അനാമലീസ്, അതായത് പല ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ, ഇപ്പോൾ ഒരു ഇൻസിഡൻ്റായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഞങ്ങളൊരു ഹോട്ടലിൽ കഴിക്കാൻ പോയ സമയത്ത് അന്ന് ഞാൻ 7 മാസം ഗർഭിണിയാണ്. നമുക്കൊരു ക്ലെഫ്റ്റ് ലിപ്പ്, അതായത് ഒരു മുറിച്ചുണ്ടുള്ള ഒരു കുഞ്ഞിനെ കണ്ടു. അപ്പോൾ അത് സർജറി ചെയ്ത് കറക്റ്റ് ചെയ്തിരിക്കുകയാണ്, പ്ലാസ്റ്റിക് സർജറി ചെയ്ത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, അഥവാ അങ്ങനെ ഒരു കുഞ്ഞാണ് ജനിക്കുന്നതെങ്കിലും നമുക്ക് അത് കറക്റ്റ് ചെയ്യാനിപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ, നമുക്കത് നല്ലൊരു പ്ലാസ്റ്റിക് സർജനെ കണ്ടത് കറക്റ്റ് ചെയ്യാം എന്ന് ആലോചിച്ച് പക്ഷേ അത് മനസ്സിലാലോചിച്ചതേ ഉള്ളൂ. ഞാൻ വീട്ടിൽ ചെന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പം ഹസ്ബൻഡ് ഞങ്ങൾ എന്തോ എന്നെ സംസാരിച്ച് കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും ഒരു അനാമലി ഉണ്ടെങ്കിൽ നമുക്ക്, അപ്പോൾ പറഞ്ഞ പുള്ളിയും അതുപോലെ തന്നെ ചിന്തിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞങ്ങൾ രണ്ടുപേരും എൻ്റെ ഒരു സൊല്യൂഷൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ നേരിടാം, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ മനസ്സിനെ പഠിപ്പിച്ചു. എന്നിരുന്നാലും ഈ പ്രഗ്നൻസി ടൈമിൽ കംപ്ലീറ്റ് എനിക്ക് ഒരു ആങ്സൈറ്റിയോ ഡിപ്രഷനോ കരച്ചിലോ, ഓൾറെഡി നമുക്ക് ആ ഒരു സമയത്ത് ഹോർമോൺ വേരിയേഷൻ കാരണം ഒരുപാട് മൂഡ് സ്വിങ് ഉണ്ടാവും, പക്ഷേ എനിക്ക് വളരെ അധികമായിരുന്നു. അവസാനം ഇവിടെ പോയിട്ട് ഡെലിവറിക്ക് പോയ സമയത്ത്
അനസ്തേഷ്യ തന്നിട്ട് പോലും എനിക്ക് എൻ്റെ ഈ ഭയം കാരണം എൻ്റെ BP കൂടുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ആഫ്റ്റർ 4th month ഞാൻ അങ്ങോട്ട് ഷിഫ്റ്റായി. അവിടെ ചെന്നപ്പോൾ ഡോക്ടറിനോടൊക്കെ എന്തോ പറ്റി, എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ആദ്യം അന്ന് 10 വർഷത്തിന് മുമ്പ് വളരെ കൂളായിട്ട് വന്ന ആളെന്തിനാ ഇപ്പം ഇതെല്ലാം ഇത്രയും ഏജായി അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ എന്തിനാ ഇത്രയും പേടിക്കുന്നത്? എന്തിനാ പേടിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞുകൂടാ. ഞാൻ ആ കുഞ്ഞിനെ എടുത്ത് കുഞ്ഞ് കരഞ്ഞ് കുഞ്ഞിനെ കണ്ടതിന് ശേഷം എനിക്ക് ഹാപ്പി ആയെങ്കിലും എൻ്റെ മനസ്സിനകത്ത് വീണ്ടും എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇനി ഇൻറ്റേർണൽ ഓർഗൻസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നായി. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ജസ്റ്റ് പറഞ്ഞു, മോള് പോളിഡക്ലിയ, മോൾക്ക് 6 വിരലുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട്, ഒരു പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു നമുക്ക് ബ്രെയിൻ വേണമെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്യാം, അതുപോലെ തന്നെ കിഡ്നി വേണമെങ്കിൽ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ. അങ്ങനെയും പറഞ്ഞു ഡോക്ടർ. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷൻ, ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതുകൊണ്ടാണോ പറഞ്ഞതെന്ന്. അത് കഴിഞ്ഞിട്ട് പീഡിയാട്രീഷ്യൻ റൗണ്ട്സിന് വരുമല്ലോ, നമ്മൾ ഒന്നാമത് ഈ പോസ്റ്റ്പാർട്ടം ബ്ലൂ അല്ലെങ്കിൽ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്കുണ്ടാകുന്നൊരു ഡിപ്രഷൻ, നമ്മൾ വെറുതെ കരയും, എത്ര സ്ട്രോങ് ആയിട്ടുള്ള ആളാണെങ്കിലും വെറുതെ കരയും, നമുക്ക് സങ്കടം വരും, ദേഷ്യം വരും, ഇതൊക്കെ ഒരു ഭാഗമാണ്. ചിലർ മിണ്ടാതിരിക്കും, കുഞ്ഞിനെ നോക്കാതിരിക്കും. ഇതിൻ്റെ കൂടെ ഈ കുഞ്ഞിന് എന്തോ കുഴപ്പമുണ്ടെന്ന രീതിയിൽ ഞാൻ നോക്കാം. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് ചോദിക്കുക, എന്തിനാണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ആ റൂമിൽ? അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ, എൻ്റെ ഹസ്ബൻഡ് ഞാനിവിടെ രഹസ്യത്തിൽ പറയുകയാണ്, ഈ കുഞ്ഞിനെന്തോ കുഴപ്പം, ഇനിയിപ്പോൾ നമ്മൾ എന്തോ ചെയ്യും? അപ്പം എൻ്റെ അമ്മ ചോദിച്ചു, 24 hours നിങ്ങളത്ര ഡോക്ടറോ കാര്യങ്ങളൊന്നുമല്ല, 24 hours മോഷൻ പോയി, യൂറിൻ പോയി, കുഞ്ഞ് മുഖത്ത് നോക്കുന്ന എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതിനെല്ലാം സാധാരണയിൽ നിന്നുള്ളതിനെക്കാട്ടി കൂടുതൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഈ ഞങ്ങളുടെ ഭാഷയിൽ ഇതാണ് ഒരു നോർമലായിട്ടുള്ള ഒരു കൊച്ചു, പിന്നെ നിങ്ങൾക്ക് എന്തോ കുഴപ്പമെന്ന് ചോദിച്ചു. അതിൻ്റെ കൂടെ പീഡിയാട്രീഷ്യൻ വന്നപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞു, ഹാർട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കൂ ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് എന്ന് പറഞ്ഞാൽ ഞാനൊരു സൈക്കോയെ പോലെ ഡോക്ടറെ അടുത്ത് പോകുന്നു, ഞാൻ കരയുന്നു. ഡോക്ടർ റൗണ്ട്സിന് വരുമല്ലോ ആദ്യത്തെ 2-3 ദിവസം. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ജസ്റ്റ് റിഫ്ലെക്സ് നോക്കിയിട്ട് പറഞ്ഞാൽ മസിൽ സ്ട്രെങ്ത് കുറച്ച് കൂടുതലാണ്, കുറവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഞാൻ ഗൂഗിൾ ചെയ്തു, മസിൽ സ്ട്രെങ്ത് കുറയുന്നു, ഹൈപ്പോറ്റോണിയ. ഓഹോ, അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മസിൽസ് എല്ലാം വീക്കായി, ഇനിയിപ്പം ഭാവിയിൽ അങ്ങോട്ട് കാലൊക്കെ തളർന്ന് വീൽ ചെയറിലായിരിക്കും. ഇങ്ങനെ കാട് കയറിയ ചിന്തകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ആ സമയത്ത്. അപ്പം ഇത് എൻ്റെ മാത്രം ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇപ്പം ഞാനത് മനസ്സിലാക്കുന്നു. അന്ന് ഞാൻ ആ ടെൻഷൻ അടിച്ചെങ്കിലും കുഞ്ഞ് വളരെ ഹെൽത്തി ആയിട്ട്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട്, ഒരു നോർമലായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ പിന്നെയും ഞാൻ ഒരു 8 മാസം എടുത്തു. കുഞ്ഞ് ജനിച്ച് അതിനുശേഷം കുറേ ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ എന്നും പോയി ടേപ്പ് വെച്ച് കുഞ്ഞിൻ്റെ തല അളന്ന് നോക്കും, ഹൈഡ്രോസെഫാലസ്, അതായത് തല വളരുന്ന കണ്ടീഷൻ ഉണ്ടോയെന്നറിയാൻ. ഇങ്ങനെയൊക്കെ ഒരു സൈക്കോ ആയിട്ടൊരു അമ്മ പെരുമാറുമെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, പ്രഗ്നൻസിയിൽ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ആങ്സൈറ്റി വളരെ കൂടുതലാണ്. ഗൂഗിൾ ചെയ്യോ അല്ലെങ്കിൽ എല്ലാവരും പറയുന്നത് കേട്ടിട്ട് അങ്ങനെ ചെയ്യോ ഇങ്ങനെ ചെയ്യോ ഒന്നും ചെയ്യണ്ട. ഹാപ്പി ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. അന്ന് ഞാൻ ടെൻഷൻ അടിച്ച് വെറുതെ ആയിപ്പോയെന്ന് എനിക്ക് ആ പ്രഗ്നൻസി ടൈമിൽ തോന്നിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞു കൊടുക്കും, ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട, എല്ലാം ഒരു കുഴപ്പമില്ല, എല്ലാം ശരിയാവുന്നത്. ഞാനൊരു 33 വയസ്സെന്ന് വേണമെങ്കിൽ പറയാം. 33 വയസ്സ് ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ 34 വയസ്സ് ആ ഒരു സമയത്താണ് ഈ കോവിഡിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത്. ആ സമയത്ത് ശരിക്കും ഞങ്ങൾ ആ കോവിഡ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ട്രിവാൻഡ്രത്തൊരു ക്ലിനിക്കുണ്ട്, കോസ്മെറ്റിക് ക്ലിനിക്ക്. അതുപോലെ തന്നെ നമ്മൾ കോഴിക്കോടും അതിൻ്റെ ഒരു ബ്രാഞ്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്, ക്ലിനിക്കിൻ്റെ ഒരു ബ്രാഞ്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോയി. അവിടെ നമ്മൾ ക്ലിനിക്കിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. അതൊരു ശരിക്കും പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്ത ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇനോഗ്രേഷൻ്റെ ഒരു 1 week മുമ്പ് എൻ്റെ ഹസ്ബൻഡിന് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ വരുന്നു. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂ വരുന്ന സമയത്ത് ഞാൻ അന്ന് ഡെലിവറി കഴിഞ്ഞ സമയമാണ്, കുഞ്ഞിന് 1 വയസ്സാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീട്ടിലായിരുന്നു, ട്രിവാൻഡ്രത്തായിരുന്നു. ആ സമയത്ത് ഹസ്ബൻഡ് പറയുന്നു, കുഴപ്പമൊന്നുമില്ല, ഞാനത് മാനേജ് ചെയ്യാം, അവിടെ നിന്നോളൂ എന്ന് പറയും. അപ്പോൾ ഞാൻ ശരി, നമ്മൾ ഫോണിൽ സംസാരിക്കുന്നു. അപ്പോൾ പുള്ളി ഹോസ്പിറ്റലിൽ പോകുന്നു, കുഴപ്പമില്ല. അന്ന് കോവിഡ് കേസസ് ഒത്തിരി കൂടുതലായതുകൊണ്ട് തന്നെ അഡ്മിഷൻ ഒന്നും നടക്കുന്നില്ല. തിരിച്ച് നമ്മുടെ ക്ലിനിക്കിൻ്റെ ആ സ്ഥലത്തേക്ക് തന്നെ വരുന്നു. പിന്നെ ഞാൻ വിളിക്കുമ്പോൾ പുള്ളിക്ക് കുറച്ചുകൂടെ ഹെൽത്ത് കണ്ടീഷൻ സിവിയർ ആയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് ഈ കോവിഡ് ടൈമിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ഓരോ ദിവസം കഴിയും തോറും ഈ കണ്ടീഷൻ വേഴ്സ് ആയിക്കൊണ്ടേയിരുന്നു. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ടി വിയിലും ന്യൂസിലും എല്ലാം കാണുകയാണ്, ഇങ്ങനെ കോവിഡ് വന്ന് കുറേ പേര് മരിച്ചു പോകുന്നു. അപ്പോൾ അതിനകത്ത് ഹസ്ബൻഡും ആ രീതിയിൽ നമുക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്ന സമയത്ത് അദ്ദേഹത്തിനെ ആദ്യം ICUവിലാണ് ആക്കിയത്. ICUവിലാക്കുന്ന ദിവസം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ, രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ അന്നാണ് ഹസ്ബൻഡിനെ ICUവിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ICUവിൽ കൊണ്ടുവന്ന സമയത്തും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്, കോൺഷ്യസ് ആണ്, എല്ലാമാണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകണം, പക്ഷേ വീട്ടിലുള്ളവരും അല്ലെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്ന അങ്ങോട്ട് ആരെയും ഇത് ചെയ്യാൻ പറ്റില്ല, കാരണം ഹോസ്പിറ്റലിലേക്ക് വിസിറ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഞാനിവിടെ സ്റ്റേ ചെയ്യുന്നു.
അതിനുശേഷം ICU 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയാണ്. വെന്റിലേറ്ററിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് അവർ ഓവർ ഫോൺ പറയുന്നത് ഞങ്ങൾക്ക് ഇതിനകത്ത് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന് വളരെ ഓപ്പണായിട്ട് അങ്ങ് പറയുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ കെയറിൽ അങ്ങനെയാണ്, നമുക്ക് ആ ഒരു സമയവും അങ്ങനെയായിരുന്നു. വെന്റിലേറ്ററിൽ ആയി കഴിഞ്ഞിട്ട് അദ്ദേഹം കോൺഷ്യസ് ആവുന്നില്ലായിരുന്നു. ഇതിനിടയിൽ തന്നെ ട്രക്കിയസ്റ്റമി ചെയ്തു. അതായത് ട്രക്കിയസ്റ്റമി എന്ന് പറയുമ്പോൾ നമുക്ക് അകത്തേക്ക് ഇത് ചെയ്യുക, വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ഇൻ്റർകോസ്റ്റൽ ICDs കൊടുക്കുക. ഇങ്ങനെ വളരെയധികം കോംപ്ലിക്കേഷൻസ് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോരോ ഇൻഫെക്ഷൻസും ഒക്കെ വന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 30 തൊട്ട് 45 അല്ലെങ്കിൽ 55 ദിവസം വരെ ഒരു ICU കഴിഞ്ഞിട്ട് വെന്റിലേറ്ററിൽ അദ്ദേഹം വെന്റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം ഓരോ ദിവസവും നമുക്ക് അവിടെ ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ കോഴിക്കോട് ബേബി മെമ്മോറിയലായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ വൈകുന്നേരവും അകത്ത് കയറി കാണാം. സാധാരണ ICUവിൽ നമുക്ക് കയറി കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഹസ്ബൻഡ് സംസാരിക്കാനൊന്നും പറ്റില്ല. അദ്ദേഹം എനിക്ക് ആക്ഷനിലൂടെ കുറച്ച് കാര്യങ്ങൾ പറയും. അതിനിടയിൽ തന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, നമ്മൾ ഓരോ ദിവസം കാണുന്ന ആൾക്കാർ ശരിക്കും മരിച്ചു പോകുന്നത് നമുക്ക് നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അവരുടെ പൾസും അവരുടെ മോണിറ്റേഴ്സ് എല്ലാം ഡൗൺ ആയി പിന്നെ അവരുടെ ബന്ധുക്കൾ വരുന്നു, കരയുന്നു, ഇങ്ങനെ തുടങ്ങി നമ്മൾ ഒരു ദിവസം കാണുന്നവരെ അടുത്ത ദിവസം കാണാത്തൊരവസ്ഥ ആ ICUവിൽ കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു രീതിയായിരുന്നു അവിടെ. അപ്പോൾ അന്നത്തെ കാലത്ത് അത്രയും ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ പോസിറ്റീവ് ആണെങ്കിൽ പോലും നമുക്ക് എപ്പോഴും ഒന്നും അങ്ങനെ പിടിച്ച് നിൽക്കാനൊന്നും പറ്റത്തില്ല. എല്ലാം കണ്ട് പോസിറ്റീവായിട്ട് നമ്മൾ ഹസ്ബൻഡിനോട് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിയുമ്പോഴത്തേക്ക് ഡോക്ടേഴ്സ് വന്ന് കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ആസ് എ ഡോക്ടർ നിങ്ങൾക്കറിയാമല്ലോ ഇത് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതപ്പോൾ നമുക്ക് ഞങ്ങൾ മാക്സിമം നോക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പോവും. ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും ഞാൻ ഇത് തന്നെയാണ് കേൾക്കുന്നത്. അതിനകത്ത് കോഴിക്കോട് ഞാൻ പോയിട്ട് ഈ ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ട്, അവിടെ ഒറ്റയ്ക്കാണ് ഞാൻ താമസിക്കുന്നത്. കാരണം ഈ കോവിഡ് ആയതുകൊണ്ട് പ്രായമായ എൻ്റെ അച്ഛനെയും അമ്മയോ ഹസ്ബൻഡ് അച്ഛനും അമ്മയോ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഫീഡ് ചെയ്യുന്ന എൻ്റെ കുഞ്ഞിനെ എൻ്റെ ചേച്ചിയുടെ അടുത്ത് ആക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ശരിക്കും എനിക്കതെന്തോ ഒരു ശിക്ഷ പോലെയാണ്, ശരിക്കും ഒരു ജയിൽ ശിക്ഷയാണ്. അത് എന്തോ ഒരു ശിക്ഷ പോലെ എനിക്ക് തോന്നുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറിപ്പോയി. അപ്പം ആ സമയത്ത് ഒരു രീതിയിലുള്ള ഹോപ്പും അവർ തരുന്നില്ല. അങ്ങനെ ഒരു 45-50 ദിവസം കഴിഞ്ഞു. 50 ദിവസം കഴിയുമ്പോൾ തന്നെ ഈ ഇതാണ് ഫീഡ് ചെയ്യുന്നതൊക്കെ റൈൽസ് ട്യൂബ് വഴിയാണ്, മൂക്കിലൂടെയാണ് ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ പുള്ളിയുടെ വെയിറ്റൊക്കെ കുറഞ്ഞ് മസിൽ വേസ്റ്റിംഗ് വന്ന് ലെഫ്റ്റ് ഫുഡ് ഡ്രോപ്പായി, അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഓരോന്നും വന്നുകൊണ്ടിരുന്നു. പക്ഷേ എന്തോ ഒരു ദൈവഭാഗ്യം കൊണ്ട് ഒരു 55-56 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പതുക്കെ റിക്കവർ ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിരുന്നു. കാരണം പുള്ളിയുടെ കൂടെ തന്നെ അഡ്മിറ്റ് ആയ ആൾക്കാർ നമ്മൾ കണ്ടു നിൽക്കെ തന്നെ അടുത്ത ദിവസം റൂമിലേക്ക് കൊണ്ടുപോയിട്ട് കാർഡിയക് അറസ്റ്റായിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഡെത്തായ കേസ് ഞാൻ തന്നെയാണ് ICUവിൽ നിന്ന് കണ്ടത്. അപ്പോൾ എനിക്കും റൂമിൽ കൊണ്ടുപോയാലും ഇനി ഇങ്ങനെയൊക്കെയാണെന്നുള്ളൊരു പേടിയൊക്കെ വന്നുപോയി. അത് ആ സമയത്ത് ഓരോ പതുക്കെ റിക്കവർ ചെയ്തു. ശരിക്കും എന്താ പറയുക, ഞാൻ അന്ന് എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ഇത് കൈവിട്ട് പോയെങ്കിൽ ഒരുപക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് ചെയ്യുന്നത്. എൻ്റെ എല്ലാ കാര്യം മീൻസ് ഞങ്ങളുടെ കറണ്ട് ബില്ല് അല്ലെങ്കിൽ വാട്ടർ ബില്ല് അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിങ്ങിൻ്റെ കാര്യങ്ങൾ, ബാങ്കിൻ്റെ പാസ്വേഡ് പോലും എനിക്ക് ഇവൻ അറിയത്തില്ല. അപ്പോൾ പുള്ളിക്ക് സംസാരിക്കാനും കോൺഷ്യസും അല്ല. അപ്പോൾ എന്നെ പല ആൾക്കാരും ഓരോന്നൊരു ടൈം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷൻ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ വളരെ സ്മൂത്തായിട്ട് പോയിരുന്നൊരു ലൈഫിനൊരു പെട്ടെന്നൊരു ടേൺ വന്ന പോലെ ആയിരുന്നു ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. പക്ഷെ അതിനുശേഷം എല്ലായ്പ്പോഴും പറയില്ലേ, നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ വീക്കായി പോകുന്ന ചില ആൾക്കാർ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയി എന്നുള്ളതാണ്. സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ലൈഫിലുണ്ടാവാം, അതുവരെ ഞാൻ ഇങ്ങനെയൊക്കെ ലൈഫിലുണ്ടാവുമോ, ഒരു കേട്ടുകഴിവ് പോലെയായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായാലും നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും. അത്രയും സ്ട്രെങ്തോടെ നമ്മൾ നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ കൂടെ ഉള്ളവർക്കും ആ സ്ട്രെങ്ത് കിട്ടുന്നതെന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു എല്ലാവരും വിചാരിക്കുന്ന പോലൊരു സ്മൂത്ത് ജേർണി അല്ല മിക്കവാറും ആൾക്കാർക്ക് ലൈഫിലുള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ടും ചെറിയ കാര്യങ്ങൾക്ക് എൻജോയ് ചെയ്യാനും ഹാപ്പി ആയിട്ടിരിക്കാനും മിക്കവാറും ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ഫാമിലി എല്ലാവരും എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് അന്ന് ഞങ്ങൾ മനസ്സിലാക്കി. കോവിഡ് ടൈം എന്ന് പറയുന്നത് വളരെ എല്ലാവർക്കും ഉള്ളതുപോലെ അതിനെക്കാട്ടിലും പ്രയാസപ്പെട്ടൊരു സമയമായിരുന്നു എന്നെ സംബന്ധിച്ച്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോഴിക്കോട് പോയിട്ട് ശരിക്കും ഞാൻ ഒറ്റയ്ക്കാണ് പോകേണ്ടി വന്നത്. ഒറ്റയ്ക്ക് പോയെന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എൻ്റെ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് 2 ചേച്ചിമാരാണ് ഉള്ളത്. ഞങ്ങൾ 3 പേരായിട്ടാണ് എപ്പോഴും വളർന്നത്. ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ പോലും ഞാൻ കിടന്നിട്ടില്ല. അങ്ങനൊരു ഞാൻ
എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലയോ അതിനൊക്കെ ബ്രേക്ക് ചെയ്യേണ്ടി വന്നൊരു സമയമാണ് എൻ്റെ ലൈഫിൽ ആ ഒരു സമയം എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാത്തൊരു നാട്ടിൽ, കോഴിക്കോട് പോലൊരു സ്ഥലത്ത് ഒരു ഹോട്ടലിൽ ഒറ്റയ്ക്ക് ഒരു റൂമിൽ നമ്മൾ ഈ ഇമോഷൻസ് ഒക്കെ നമുക്ക് ഒരുപാടൊന്നും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല. കാരണം അച്ഛൻ്റെ അമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയുന്നതിനൊരു പരിമിതിയും ഉണ്ട്. മാത്രമല്ല ഞാൻ പലപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ചാൽ, എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ വരുമ്പം ഞാൻ അലറി റൂം അടച്ചിട്ടിട്ട് അലറി ഞാൻ കരയുമായിരുന്നു. എനിക്ക് വേറെ ഓപ്ഷൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ പെട്ടെന്ന് കരയുന്ന ഒരാളല്ല. അതാ ഞാൻ പറഞ്ഞത്, പണ്ട് ഞാൻ അങ്ങനെ കരയോ അങ്ങനെ പെട്ടെന്ന് ഇമോഷണലാവോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. അത്യാവശ്യം ബോൾഡായിട്ടുള്ള ഒരാളാണ്. അപ്പം ചില ഘട്ടത്തിൽ നമുക്കിതിനെ എങ്ങനെ ഡ്രെയിൻ ഔട്ട് ചെയ്യണം എന്നറിയത്തില്ല. മാത്രമല്ല ഇപ്പോൾ ഫോണൊക്കെ എല്ലാവരും വിളിക്കും എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ, എന്ത് പറഞ്ഞു, ഡോക്ടർ എന്ത് പറഞ്ഞു. ഈ ഫോൺ ഇങ്ങനെ ഇരുന്ന് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുക്കത്തില്ല. ഫോൺ എടുക്കാതെ ഒന്ന് സൈലൻ്റ് ആക്കി അതങ്ങ് മാറ്റി വയ്ക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇത് സൈലൻ്റ് ആക്കി എവിടെയെങ്കിലും വയ്ക്കും. കാരണം എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല. എൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ വേറൊരു സ്റ്റേജിലേക്ക് പോകാഞ്ഞത് ഒരു ഭാഗ്യം എന്ന് പറയും. പക്ഷേ അതിനുശേഷം അതിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ഈ അലറി കരഞ്ഞു എന്ന് പറയുന്ന ആ പോയിന്റിലും നമുക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പറഞ്ഞാൽ, ഞാൻ ചിന്തിച്ചത് ഇല്ല നെഗറ്റീവായിട്ടൊന്നും വരത്തില്ല എന്നുള്ള ഒരു പോസിറ്റീവ് തോട്ട് എനിക്ക് എവിടുന്നോ അതെനിക്ക് കൊണ്ടുവരാൻ പറ്റി എൻ്റെ ഇതിലേക്ക്. മാത്രമല്ല ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട്, എല്ലാ റിലേറ്റീവ്സും ഉണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായാലും എൻ്റെ വീട്ടുകാരായാലും എല്ലാവരും എല്ലാ ഹെൽപ്പിനും ഉണ്ട്, പുള്ളിയുടെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്. പക്ഷേ ഇവരെല്ലാവരും ഉണ്ടായിട്ടും ഞാനല്ലാതെ ഇതിനെ ഫേസ് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയാണ്. ഈ കരച്ചിലിൽ നിന്ന് ഞാൻ ശരിക്കും പറഞ്ഞ് റിക്കവർ ചെയ്തിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടേഴ്സ് കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ തന്നെയാണ് കേൾക്കുന്നത്. ഞാൻ കേട്ടിട്ട് ഞാൻ അടുത്തിനി എന്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ ആ ഒരു ബോൾഡ്നെസ് എൻ്റെ ലൈഫിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ലൈഫിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ് 33ാമത്തെ വയസ്സ് മുതൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവുന്നത്. പക്ഷേ അതിനെ വളരെ സധൈര്യം നേരിട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നേരിടാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു പവറായിട്ടും നിങ്ങൾ ഓരോരുത്തരോടും പറയാനായിട്ടും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഞാൻ പറഞ്ഞത് എൻ്റെ ലൈഫിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ നിന്ന് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്തൊക്കെ ഡിഫിക്കൽട്ടി വന്നാലും നമ്മളതിനെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ആർജവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇത് നമുക്ക് ആരും തരത്തില്ല. നമ്മൾ തന്നെ നമ്മളെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ദിവസം ചെയ്യണം. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ടോക്ക് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ദിവസവും ക്ലിനിക്കിലേക്ക് വരുമ്പോൾ മിക്കവാറും ആൾക്കാർ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വളരെ ഇൻസെക്യൂരിറ്റിയാണ്. സൗന്ദര്യത്തിനെക്കുറിച്ച്, ശരീരത്തിനെക്കുറിച്ച്, തലമുടിയെക്കുറിച്ച്, ജീവിതത്തിനെക്കുറിച്ച്, സുഖസൗകര്യങ്ങളെക്കുറിച്ച്, വിദ്യാഭ്യാസം, ജോലി, ഇങ്ങനെ തുടങ്ങി കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് വിഷമിക്കുന്ന ആൾക്കാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിനിടയിലൊക്കെ നമ്മുടെ ലൈറ്ററായിട്ടുള്ള, അതായത് ചെറിയ ചെറിയ ഭാഗ്യങ്ങളും സന്തോഷങ്ങളും നമുക്ക് തരുമ്പോൾ അതിനെ മാക്സിമം എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുക, ഓരോ മൊമെൻറ്റും ജീവിക്കുക. നമ്മൾ പറയില്ലേ, നാളെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നാളെന്ന് വീണ്ടും വീണ്ടും ഒരു നാളെയുണ്ട്. നാളെക്കുറിച്ച് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാനാണ് എപ്പോഴും ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ ഇന്നിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ എല്ലാവരും പറയുന്നത് പോലെ ഞാനും പറയുന്നുണ്ട്. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറയുന്നത്. പിന്നെ ബോഡി പോസിറ്റിവിറ്റിയെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യാൻ നമുക്ക് സ്വന്തമായിട്ട് കണ്ണാടിയെ നോക്കിയിട്ട് ഇന്ന് തോന്നുകയാണ് എനിക്കിങ്ങനെ ചെയ്യാൻ തോന്നുന്നു എന്നെങ്കിൽ മാത്രമേ നമ്മൾ മാറേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത പക്ഷം മറ്റൊരാൾ പറഞ്ഞോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് നീ എന്ന് നമ്മളെ ഒരാൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതനുസരിച്ചോ നമ്മൾ മാറേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ കളറിനെ കുറിച്ച് അല്ലെങ്കിൽ മുഖത്തെ കുഴിയെക്കുറിച്ചൊക്കെ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ മുഖത്ത് ഇപ്പോഴും ചെറിയ കുഴികളുണ്ട്. എൻ്റെ കളറും ഞാൻ അങ്ങനെ ഭയങ്കര കളറുള്ള ഒരാളായിട്ടും എനിക്ക് മാറണമെന്ന് തോന്നിയിട്ടില്ല. എനിക്കെന്ന് മാറാൻ തോന്നുന്നോ അന്നത്തെ സമയം ഞാൻ മാറാമെന്നുള്ളതാണ് എൻ്റെ തീരുമാനം. അതുകൊണ്ട് നിങ്ങളും വളരെ പോസിറ്റീവായിട്ടിരിക്കുക. യാതൊരു കാരണവശാലും നമ്മളെ ആർക്കും നമ്മളെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നയിക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ കടിഞ്ഞാണ് ആരുടെയും ഇമോഷൻസിനും ഒന്നും കൊടുക്കരുത്. നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കും. നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ, ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000-ലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു.
അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.